റാങ്കിങ് ടാസ്കിൽ അപ്പോൾ 1ാം റാങ്കിൽ നിൽക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് സിജോയ്ക്കാണെന്ന് സിജോ ഇന്നലെ പറയുകയുണ്ടായി. സിജോ ഒരു പോരാളിയാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ ഷോയ്ക്ക് തന്നെ കൊടുത്തിട്ടുള്ള ആള് പുള്ളിയാണെന്നും പുള്ളിക്ക് ഫിസിക്കൽ അസോൾട്ട് ഉണ്ടാവുകയും ആയിട്ട് തിരിച്ചു വരികയൊക്കെ ചെയ്തല്ലോ, അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. സിമ്പതി പിടിച്ച് ഇവിടെ നിന്നിട്ടില്ല എന്നുള്ളതും ആരെയും ഇമോഷണലി ഹേർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും ഞാൻ കണ്ടിട്ടുള്ള എല്ലാ വിഷയത്തിലും ഞാൻ ഇടപെട്ടിട്ടുണ്ടെന്നൊക്കെ സിജോ പറയുമ്പോൾ റസ്മിൻ അപ്പൊ സിജോയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതിലിപ്പോ ആർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അവരും തിരിച്ചു വരികയും അതുപോലെ തന്നെ ഗെയിം കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് ഗെയിമിന് വേണ്ടി യൂസ് ചെയ്തിട്ട് സിജോ ഗെയിം കളിക്കുകയാണ് എന്നുള്ള രീതിയിലായിരുന്നു റസ്മിൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിജോ പോയിട്ട് വന്നിട്ട് നന്നായിട്ട് എഫേർട്ട് ഇടുന്നതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. സിജോയ്ക്ക് പറ്റുന്ന പോലെ എല്ലാ ടാസ്കുകളിലും എല്ലാം തന്നെ പെർഫോം ചെയ്യാറുണ്ട്. പറയേണ്ട കാര്യങ്ങളും എല്ലാം തന്നെ പുള്ളി പറയാറുണ്ട്. സിമ്പതി പിടിച്ചൊന്നും പുള്ളി നിൽക്കാൻ നോക്കിയതായിട്ട് തോന്നുന്നില്ല. റസ്മിൻ പറയുകയാണ് എല്ലാവരും പോയിട്ട് തിരിച്ചു വരികയൊക്കെ ചെയ്യും എന്നുള്ള രീതിയിൽ. അങ്ങനെ പറയാൻ പറ്റില്ല. ആ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് പുള്ളിക്ക് ഒരു അടി കിട്ടുകയും പുള്ളി കൺട്രോൾ ചെയ്ത് തിരിച്ചൊന്നും ചെയ്യാതെ തന്നെ പിന്നെ കംപ്ലൈന്റും കൊടുക്കാതെ പുള്ളിക്ക് ഗെയിമിലേക്ക് വരാൻ വേണ്ടി തന്നെയായിരുന്നു പുള്ളി കംപ്ലൈന്റ് ഒന്നും കൊടുക്കാതിരുന്നത്. അങ്ങനെ തിരിച്ചു വന്നിട്ട് പുള്ളിക്ക് പറ്റുന്ന പോലെ തന്നെ ഫിസിക്കലി പുള്ളി അത്ര ഫിറ്റ് അല്ലെങ്കിൽ പോലും ടാസ്കിലും ഒക്കെ പെർഫോം ചെയ്യാൻ നോക്കാറുണ്ട്. ജാസ്മിൻ അന്നൊന്നും ചെയ്യാതെ തന്നെ ടാസ്കിന്റെ ഇതിൽ പറഞ്ഞിട്ട് വെറുതെ ചുമ്മാ പ്രവോക്ക് ആയിട്ടായിരുന്നു റസ്മിൻ അന്ന് കൺട്രോൾ ഇല്ലാതെ പെരുമാറിയത്. എന്നിട്ടാണ് സിജോയിനെ ശരിക്കും പറഞ്ഞ റസ്മിൻ പറയുന്നത് അത്രയ്ക്കും കൺട്രോൾ ഉണ്ടായിട്ടാണ് സിജോ അന്ന് ശരിക്കും പറഞ്ഞ അടി കിട്ടിയിട്ട് അവിടെ നിന്നത്. എല്ലാവരും അങ്ങനെ അപ്പൊ തിരിച്ചു വരുന്നും എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് എന്നൊന്നും റസ്മിനപ്പൊ പറയാൻ പറ്റില്ല. കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതലാണെങ്കിലും ഉള്ള കണ്ടസ്റ്റൻസിൽ ബെറ്റർ ആയിട്ടൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ് സിജോ. ഇന്നലെ ആണെങ്കിൽ റാങ്കിങ് ടാസ്കിൽ സിജോയും ജാസ്മിനും അർജുനും ഒക്കെ തന്നെയായിരുന്നു നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്സരയും. നിങ്ങൾക്ക് എന്താണ് സിജോയിനെ പറ്റിയുള്ള അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.